ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൽ മഹാത്മ്യം, 3-ാമത്തെ അധ്യായം, 26-ാമത്തെ ശ്ലോകം, 37-ാമത്തെ ഭാഗം. സനത്കുമാരാദി മഹർഷിമാർ ശ്രീനാരദനോടും മറ്റ് സദസ്യരോടും എല്ലാവരോടും എന്ന് സാരം, ഇന്ന് നാം കേൾക്കുന്നവരോടും ഭാഗവത മാഹാത്മ്യത്തെ പറയുകയാണ്. ഇതാണ് ഭാഗവത മാഹാത്മ്യം. ഓം. ഗ്രന്ഥോഷ്ടാദശസഹസ്രോ 12 സ്കന്ധസംഹിത പരീക്ഷിർശുഖസംവാദ ശൃണു ഭാഗവതം ച തത്. ഗ്രന്ഥം, അതിൽ 18 സഹസ്രം, 18,000 ശ്ലോകങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഗ്രന്ഥങ്ങൾ. 18,000 32 അക്ഷരമുള്ള ഒരു ശ്ലോകത്തെ ഗ്രന്ഥം എന്ന് പറയും. അങ്ങനെ 32 അക്ഷരങ്ങളുള്ള 18,000 ഗ്രന്ഥങ്ങളുണ്ട്. ഗ്രന്ഥ 18 സഹസ്ര. പിന്നെ 12 സ്കന്ധ സംഹിത. ഇങ്ങനെ 12 സ്കന്ധം, 12 ഭാഗങ്ങളായിട്ട് 12 സ്കന്ധമായിട്ട് ചേർത്തിരിക്കണോ, അടങ്ങിയിരിക്കണോ. പരീക്ഷിത് ശുഖ സംവാദ. ഇത് ആദ്യമായിട്ട് പുറത്തേക്ക് വന്നത് പരീക്ഷിത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രീശുഖ ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടത്. പരീക്ഷിത്ത് മഹാരാജാവും ശ്രീശുഖ ബ്രഹ്മർഷിയും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഇത് ഭാഗവതം പുറത്തേക്ക് വന്നത്. ശൃണു ഭാഗവതം ച തത്. ആ ഭാഗവതത്തെ കേട്ടോളൂ, ഞാനത് ഇപ്പോൾ പറയാം. ആ ഭാഗവതത്തിൻ്റെ മഹിമയെ പറയാമെന്നാണ്. അവിടെ ഭാഗവതത്തിൻ്റെ മഹിമയെ പറഞ്ഞിട്ടാണല്ലോ ഭാഗവതം പറയേണ്ടത്. അപ്പോൾ ആ ഭാഗവതത്തെ ഇപ്പോൾ പറഞ്ഞുതരാം. ഗ്രന്ഥോഷ്ടാദശസഹസ്രോ 12 സ്കന്ധ സംഹിത പരീക്ഷിർശുഖ സംവാദ ശൃണു ഭാഗവതം ച തത്. ഇപ്പോൾ 18,000 ശ്ലോകം, 18,000 ഗ്രന്ഥം, 12 സ്കന്ധം, അതേപോലെ 335 അധ്യായം ഇതിലുണ്ട് ഭാഗവതത്തിൽ. അത് പരീക്ഷിത്ത് ശ്രീശുഖ ബ്രഹ്മർഷി തമ്മിലുള്ള സംവാദമായിട്ട് വ്യാസനാൽ രചിക്കപ്പെട്ടത് ഭാഗവതം നമുക്ക് ഇപ്പോൾ കിട്ടി. നമുക്ക് കിട്ടിയത് സൂത ശൗനക സംവാദമായിട്ടാണ്. അത് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട്. ഇനി 27-ാമത്തെ ശ്ലോകം. താവത് സംസാരചക്രേസ്മിൻ ഭ്രമതേ ജ്ഞാനത പുമാൻ യാവത് കർണഗതാ നാസ്തി ശുഖശാസ്ത്രകഥാക്ഷണം. ഈ ശുഖശാസ്ത്രം എന്ന് പറഞ്ഞ ഈ ഭാഗവതം സ്വല്പമെങ്കിലും ഒരാൾ കേട്ടു എങ്കിൽ, ഏതൊരു ആളുടെ കർണത്തിലാണ്, ചെവിയിലാണ് ഇത് കേട്ടത്, മനസ്സിലേക്കാണ് ഇത് കയറിയത്, അപ്പോൾ മുതൽ ഈ സംസാരം എന്നുള്ളത് വരില്ല, ഭവം എന്നുള്ളത് വരില്ല. ജനിക്കുക മരിക്കുക വേണ്ട, ദുഃഖം വേണ്ട, ആവർത്തനം വരില്ല, ചുറ്റിത്തിരിയണ്ട. അപ്പോൾ ഈ ഭാഗവത ശ്രവണം കൊണ്ട് തന്നെ, ഭാഗവതം ശ്രവിക്കാൻ, കേൾക്കാൻ ഭാഗ്യം വേണം. ആ ഭാഗ്യം കിട്ടിയ ഒരാൾക്ക് സംസാരം ഇനി ഉണ്ടാവുകയേ ഇല്ല. അപ്പം ഏറ്റവും വലിയ മഹിമയാണ് അത്. താവത്, അതുവരെ. സംസാരചക്രം എന്നുള്ളത് ജനിക്കുക മരിക്കുക, വിവിധ ശരീരങ്ങളിൽ ജീവൻ ജനിച്ച് മരിക്കണം, ഇതാണ് സംസാരം. ആ സംസാരചക്രത്തിൽ അസ്മിൻ, ഇതിൽ ഭ്രമതേ, ഭ്രമിക്കണു. ഏതിൽ? ഈ ശരീരത്തിൽ ഭ്രമിക്കണു. ഞാൻ ദേഹമാണ് എന്ന ബോധത്തോടു കൂടിയിട്ട് അതിൽ ഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അസ്മിൻ ഭ്രമതേ. എന്താ കാരണം? അജ്ഞാനത, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, സംശയമുണ്ടായത് കൊണ്ടാണ്. ജ്ഞാനമുണ്ട്, വേണ്ട അത്രയും ജ്ഞാനമില്ല, അതാണ്. വിദ്യവാൻ ആവണം, അജ്ഞാനത്തിൽ നിന്നും മറികടക്കണം. ജ്ഞാനം ഉണ്ടായിട്ട് കാര്യമില്ല. വിവേകത്തോട് കൂടിയിട്ടുള്ള, വിജ്ഞാനത്തോട് കൂടിയിട്ടുള്ള, വൈരാഗ്യത്തോട് കൂടിയിട്ടുള്ള ജ്ഞാനം വേണം.
അപ്പോഴാണ് ശരിക്കും ജ്ഞാനം പൂർത്തിയാവുള്ളൂ. ആ ജ്ഞാനം കിട്ടുന്നത് വരെ സംശയ ഗ്രന്ഥി ഉണ്ട്. അപ്പോൾ സംശയത്തിനെ ഇല്ലാണ്ടാക്കണം. അപ്പോഴേ ജ്ഞാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അല്പജ്ഞനോ ഈ അജ്ഞാനിയോ ആയിട്ട് മാറും. അങ്ങനെയുള്ള ഈ പുമാൻ എന്നുള്ളത് ജീവനാണ്. ബ്രഹ്മാംശമായിട്ടുള്ള ഈ ജീവൻ യാവത് കർണഗത യാവത് താവത് യാവത്. ഇപ്പം യാവത് എത്ര കാലം വരെയാണോ ഈ കർണഗത ചെവിയിലേക്ക് ഈ ഭാഗവതത്തെ കേൾക്കുന്നത്, ന അസ്തി സംഭവിക്കാതിരിക്കുന്നത്, ഉണ്ടാകാതിരിക്കുന്നത്, ന അസ്തി ഇല്ല, അസ്തി ഉണ്ട്, ന അസ്തി ഇല്ല. അപ്പോൾ എത്ര കാലമാണോ ഈ ചെവിയിലേക്ക് ഭാഗവതം വരാത്തത് അത്രയും കാലം മാത്രമേ സംസാരം വേണ്ടൂ. ശുഖശാസ്ത്ര കഥ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ തന്നെ ക്ഷണം കേട്ടാൽ മതി. ആ കേട്ട ക്ഷണം തന്നെ ഒരു മുറ മുഴുവനായിട്ട് കേട്ടു വെച്ചാൽ അപ്പോൾ തന്നെ ഈ മുക്തി കിട്ടും. പിന്നെ സംസാരം വേണ്ട. അതുകൊണ്ടാണ് ഈ പരിഹാര സമയത്തൊക്കെ ഭാഗവതത്തെ പാരായണം ചെയ്യണത്. ഭാഗവതം മുഴുവനെ വായിക്കണം എന്ന് ചില ജ്യോത്സ്യന്മാർ പറയും. അല്ലച്ചാൽ വാമനാവതാര ചരിതം വായിക്കുക, അങ്ങനെയൊക്കെ കണക്കുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗവതം കേട്ടോട്ടെ, കുറച്ച് ഗീതയും കേട്ടോട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ കുറച്ചേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ഭാഗവതം മുഴുവൻ കേൾക്കണം എന്ന് പറഞ്ഞാൽ ആ പ്രേതങ്ങൾക്ക് അല്ലെങ്കിൽ മുക്കുതിക്ക് ദുരിതങ്ങൾക്ക് ലേശാധികം കനമുണ്ട്. അപ്പോൾ ആ കനത്തെ ഇല്ലാണ്ടേക്കാം. പാപം മുഴുവൻ നശിക്കാൻ ഈ ഭാഗവതം കേൾപ്പിക്കുക തന്നെ വേണം. അങ്ങനെ ഭാഗവതം മുഴുവനായിട്ട് കേൾപ്പിച്ചാൽ ആ പ്രേതം പിന്നെ മുക്തനാവാതിരിക്കില്ല. നമ്മളെ പോലെയുള്ള ജീവൻ മുക്തനാവാതെ കണ്ടിരിക്കില്ല. അത് പ്രേതം മരിച്ചു പോയിട്ടുള്ള അവസ്ഥയിലാണ്. നമ്മൾ ശരീരത്തിലിരിക്കുന്ന ജീവനാണ്, അത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. ജീവൻ്റെ ഈ സംസാരത്തിൽപ്പെട്ട ഒരു ഭാവമാണ് ഈ പ്രേതാവസ്ഥ. അപ്പോൾ അതിനെയും കൂടിയും മുക്തനാക്കാൻ സാധിക്കും. അതാണ് താവത് സംസാരചക്രേ അസ്മിൻ. എത്ര കാലം വരെയാണോ ഈ സംസാരം വേണ്ടി വരുന്നത് ഈ ശരീരത്തിൽ, അസ്മിൻ ഭ്രമത്തെ, ഈ ശരീരത്തിൽ ഭ്രമിക്കുന്നത്, അതിൻ്റെ കാരണം അജ്ഞാനത, ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്, പൂർത്തിയാവാത്തത് കൊണ്ടാണ്. പുമാൻ ഈ ജീവൻ യാവത് കർണഗത, ഈ കർണത്തിലേക്ക് ഭാഗവതത്തിൻ്റെ ശ്രവണം നടക്കാത്തത് വരെ മാത്രമേ അത് വേണ്ടൂ. ന അസ്തി, അത് സംഭവിക്കാതിരിക്കുകയാണെങ്കിൽ മാർഗമില്ല. ഭാഗവതം കേൾക്കാനുള്ള പുണ്യം കിട്ടിയിട്ടില്ല വെച്ചാൽ മാർഗമില്ല. ശുഖശാസ്ത്രകഥ, ഈ ഭാഗവതം ശ്രീ ശുഖബ്രഹ്മർഷിയാൽ പറയപ്പെട്ട ഈ ശാസ്ത്രം, അതിൻ്റെ ഭഗവാന്റെ കഥ, അത് കേൾക്കുന്നത് വരെ മാത്രമേ നമുക്ക് സംസരിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ജീവൻ മുക്തനാവും. ക്ഷണം, വേഗം തന്നെ മുക്തനാവും. ഏറ്റവും മിനിമമാണ് ഈ ക്ഷണം എന്നുള്ള സമയം. താവത് സംസാരചക്രേസ്മിൻ ഭ്രമതേ ജ്ഞാനത പുമാൻ യാവത് കർണഗതാ നാസ്തി ശുഖശാസ്ത്രകഥാക്ഷണം. 28ാമത്തെ ശ്ലോകം. കിം ശ്രുതൈർബഹുഭിഃ ശാസ്ത്രൈ പുരാണൈശ്ച ഭ്രമാവഹൈ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. അനവധി തരത്തിൽപ്പെട്ടതായിട്ടുള്ള ശരീരങ്ങളിൽ ജീവിക്കുന്ന ഈ ജീവൻ മനുഷ്യ ശരീരത്തിൽ വരുമ്പോൾ ബുദ്ധിയുണ്ട് എന്നാണ് വെച്ചെണ്ണം. അപ്പോൾ വിശേഷ ബുദ്ധി കിട്ടിയിട്ടും പലതരത്തിൽ ചിന്തിക്കണു, അതുകൊണ്ട് ഭ്രമിക്കണു. നമുക്ക് എത്രയാണ് അറിവ് തരുന്ന ഗ്രന്ഥങ്ങളെ ചോദിച്ചാൽ അറിയില്ല. വേദം, വേദാംഗം, വേദാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഉപനിഷത്ത്, ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അനവധി ശാസ്ത്രങ്ങൾ, ഗ്രന്ഥങ്ങളാണ്, പുരാണങ്ങളാണ്. അതുതന്നെ ശൈവം, വൈഷ്ണവം, ശാക്തേയം ഒക്കെ വ്യത്യാസം, ഗാണപത്യം, സൗരം എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഇത്രയും കൂടുതൽ ഈ അറിവ് തരുന്ന ഗ്രന്ഥങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് ജ്ഞാനം പൂർത്തിയാകാത്തത് കൊണ്ട് ഭ്രമം സംഭവിക്കും. ഭാഗവത ശാസ്ത്രം ഒരേ ഒരു ഗ്രന്ഥം, അതുകൊണ്ട് മാത്രം മുക്തിയെ നൽകുവാൻ സമർത്ഥമാണ്. കാരണം അതിൽ നാമപുരാണമാണ്, ഭഗവാന്റെ നാമം. ഭാഗവതം എന്നുള്ള ആ പേര് തന്നെ ഭഗവാനാൽ ഭഗവത്വത്തെ മുഴുവൻ അതിലേക്ക് ലയിപ്പിച്ചത് കൊണ്ട് ബ്രഹ്മാവിനും കൂടി സമ്മതമായതാണ്.
അപ്പം അതുകൊണ്ട് ഈ ഭാഗവതത്തെ ആരാണോ ഒരു തവണ ശ്രവിക്കുന്നത് അവർക്ക് മുക്തി കിട്ടും. അതിൻ്റെ കാരണം ഇതാണ്. മറ്റുള്ള അറിവ് തരുന്ന ഗ്രന്ഥങ്ങൾക്കൊക്കെ പല പരിമിതികളും ഉണ്ട്. അത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാതെ തൊട്ട് കാര്യങ്ങളൊന്നും നമുക്ക് അത്ര കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അതിങ്ങനെ പറയുകയൊക്കെ ചെയ്യും, മുക്തി കിട്ടുന്നൊക്കെ. പക്ഷേ അതിൽ ഭ്രമിച്ചിട്ടൊരു കാര്യമില്ല. പുരാണൈഹി ഭ്രമാവഹൈഹി, പുരാണങ്ങളൊക്കെ സ്വതവേ ഭ്രമിപ്പിക്കുന്നവയാണ്. കാരണം ചിലതിന് ശുദ്ധി പ്രക്രിയയാണ് കൂടുതൽ പറയുക, ചിലതിന് ആചാരങ്ങളുടെ ചില തീവ്രത, അതേപോലെ ചിലത് നമ്മളെ വല്ലാതെ കണ്ട് ഇതിങ്ങനെയാണോ എന്ന് തോന്നിക്കും. അതേപോലെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെയൊക്കെ പറയും. ഇതിൽ ഭാഗവതത്തിൽ അങ്ങനെയൊന്നുമില്ല. സിമ്പിളാ, നാമം ജപിച്ചാൽ മതി. 14 കോടി നാമമൊക്കെ ജപിച്ചാലാണ് ലയം കിട്ടുള്ളൂ. അപ്പോൾ 14 കോടി നാമം ജപിക്കണമെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവന് ഓരോ ശ്വാസത്തിലും എത്ര നാമം ജപിക്കാൻ പറ്റുക വെച്ചാൽ അത്രയും നാമം. നമ്മൾ ഒരു ശ്വാസം 60 സെക്കൻഡൊക്കെ അല്ലെങ്കിൽ 120 സെക്കൻഡ് ഒക്കെ എടുത്തിട്ട് പിടിക്കാറുണ്ട്. ചിലർ മിടുക്കന്മാരാണെന്ന് വെച്ചാൽ 5 മിനിറ്റൊക്കെ, അതൊക്കെ മാക്സിമം ആണ് കേട്ടോ, സാധാരണ എളുപ്പമല്ല, അത്രയും കേമനാണോ. അപ്പം ഇങ്ങനെ ശ്വാസത്തെ പോലും അടക്കാൻ കഴിയുന്ന ഭാവത്തിൽ അത്രയും സമയം നാമം ജപിക്കുക. അങ്ങനെ നാമം ജപിച്ച് നാമി ഈ നാമത്തിലുണ്ട്. ആ ജീവനെ ശുദ്ധമാക്കാൻ ഈ നാമം മാത്രം മതി എന്ന കൂട്ടത്തിൽ തന്നെയാണ് ഈ ഭാഗവത പുരാണം ശ്ലോകമായിട്ട് ഇങ്ങനെ വായിക്കുക. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു ശ്ലോകം ഒരു ശ്വാസത്തിൽ, ഒരു ശ്വാസത്തിൽ 2 ശ്ലോകം, ഒരു ശ്വാസത്തിൽ 3 ശ്ലോകം, ഇങ്ങനെയൊക്കെ പാരായണം ചെയ്യാൻ പറ്റും. അത് 4, 5 വരെയൊക്കെ ചിലർ എത്തിക്കും. എല്ലാവർക്കും പറ്റില്ല. ഈ സാധാരണ 32 അക്ഷരങ്ങളുള്ള ശ്ലോകമൊക്കെ ആണെച്ചാൽ ഒരു 5 ഒക്കെ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 150 അക്ഷരം. അപ്പോൾ 150 അക്ഷരം നമുക്ക് ഒറ്റ ശ്വാസത്തിൽ നാമം ജപിക്കാൻ പറ്റും. ഇപ്പോൾ രാമ എന്നാണെങ്കിൽ 300-300-300-ലധികം 336ഒക്കെയാണ് ജപിക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ വേഗവും ഈ 14 കോടി ഓരോ ശ്വാസത്തിലാണ്. അതാണ് പറഞ്ഞു വന്നത്. പുരാണങ്ങൾ പറയുമ്പോൾ അതൊക്കെ അത് മതി എന്ന് എല്ലാ പുരാണത്തിലും വേദത്തിലൊക്കെ പറയും. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ ഭാഗവതത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്താൽ മതി, ഉറപ്പാണ്. സംഖ്യ പറഞ്ഞിട്ടുണ്ടാവില്ല, നാമം ജപിച്ചാൽ മതി. അതിനാ നാമത്തിൻ്റെ മഹിമയാണ് അപ്പോൾ പറഞ്ഞത്. 14 കോടി ജപിക്കണം, എന്നാലേ മുക്തി കിട്ടുള്ളൂ. അപ്പോൾ 14 കോടി ജപിക്കണം നമ്മളെ. സദാസേവ്യ അതാണ്. കിം ശ്രുതൈഹി ബഹുഭി, ശ്രുതികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ധാരാളമുണ്ട്. അറിവ് തരുന്ന ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. വേദം തന്നെ 4, അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ. ബഹുഭി ശാസ്ത്രൈഹി, 6 ശാസ്ത്രം. അപ്പോൾ അതും ഭ്രമിപ്പിക്കും. പുരാണൈഹി 18 പുരാണം, 18 ഉപപുരാണം, 18 ഔപപുരാണം, ഇങ്ങനെ 54 പുരാണമുണ്ട്. അപ്പോൾ അതൊക്കെ ഭ്രമാവഹേഹി, ഭ്രമിപ്പിക്കുന്നതാണ്. ഏകം ഭാഗവതം ശാസ്ത്രം, ഈ ഭാഗവതം ഒരേ ഒരു ഗ്രന്ഥം, പുരാണം, ശാസ്ത്രം, ഇത് മാത്രമേ ഉള്ളൂ ഭ്രമിപ്പിക്കാത്തത്. മുക്തിദാനേന ഗർജതി, മുക്തിയെ ദാനം ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം. അതിൽ സംശയമേ വേണ്ട. ഇത് ഭ്രമിക്കണ്ട. ഇതിൽ ഏത് കഥയെടുത്താലും മുക്തി കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഭാഗവതത്തെ മുഴുവനുമായിട്ട് ഒരു തവണയെങ്കിലും ഒരു വർഷത്തിൽ ശ്രവിക്കുക. കാരണം എത്രയോ കോടി ജന്മങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതിലൊക്കെ പാപം ഉണ്ടാവും. ആ പാപം സഞ്ചിത പാപമായിട്ട് കിടക്കും. അത് മുഴുവൻ തീരാൻ ഈ ഭാഗവതത്തെ ആശ്രയിക്കണം. ഇപ്പോൾ 14 കോടി നാമം ജപിക്കണം. ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു 335 അധ്യായത്തിൽ 18,000 ഗ്രന്ഥങ്ങൾ. അപ്പോൾ 32 × 18,000, 18 × 32, 36, 10, 46, 8, 54. അതാണ് 54ൻ്റെ കണക്ക്. അപ്പോൾ 56. അപ്പോൾ അത്രയും നാമങ്ങൾ നമ്മൾ ഈ ഭാഗവതം വായിക്കുമ്പോൾ വരും. 56,000, 5,60,000,
അക്ഷരങ്ങളുടെ സംഖ്യ ഇങ്ങനെ കൂടും. 18,000 ഇൻറ്റു 32 അപ്പോൾ 5,60,000 അക്ഷരം ഇതിലുണ്ട്. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ അത്രയും ആയി എന്നർത്ഥം. അങ്ങനെ സപ്താഹമായിട്ട് വായിക്കുമ്പോൾ 51, 52 തവണ നമുക്കിത് വായിക്കാൻ പറ്റും. അപ്പോൾ ഇൻറ്റു 56,000 ഇങ്ങനെയാണ്. അപ്പോൾ അത്രയും വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുക്തനാവും. സദാസേവ്യ സദാസേവ്യ, ആഴ്ചയിൽ, എല്ലാ ആഴ്ചയും എന്നാണ്. എല്ലാ ആഴ്ചയും നമുക്ക് പറ്റില്ല, നമ്മൾ കരികാലത്തിലാണ്, പല പ്രാരബ്ധങ്ങളുണ്ട്. പക്ഷെ ഭ്രമിക്കണ്ട. കാരണം ഇതിൽ മുക്തി ഉണ്ട്. നമ്മുടെ മനസ്സ് അതിൽ ചെല്ലുകയേ വേണ്ടൂ. അപ്പോൾ ഇതിങ്ങനെ പാരായണം ചെയ്യല്ല, കഥയിൽ മനനം ചെയ്താൽ മതി. ഇതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയാൽ മതി. ഭാഗവതന്മാരായിട്ട് ജീവിക്കുക, അന്യോപകാരമായിട്ട് പരോപകാരം. കിം ശ്രുതൈഹി ബഹുഭി, ധാരാളം വേദങ്ങൾ, മറ്റ് ശാസ്ത്രങ്ങൾ, ശാസ്ത്രൈഹി ബഹുഭി, പുരാണൈഹി ബഹുഭി ച, അതൊക്കെ ഭ്രമാവഹൈഹി ആണ്, ഭ്രമിപ്പിക്കുന്നവയാണ്. ഏകം ഭാഗവതം ശാസ്ത്രം, ഈ ഒരേ ഒരു ഭാഗവതമാകുന്ന, ശാസ്ത്രമാകുന്ന, പുരാണമാകുന്ന, വേദസാരമാകുന്ന, ഉപനിഷത് സാരമാകുന്ന ഈ ഗ്രന്ഥം മാത്രമേ മുക്തിദാനേന, മുക്തിയെ തരും എന്നുള്ളത് ഉറപ്പിക്കുന്നുള്ളൂ. ഗർജതി, അത് സമർത്ഥിക്കുന്നുള്ളൂ എന്ന് സാരം. കിം ശ്രുതൈർബഹുഭിഃ ശാസ്ത്രൈ പുരാണൈശ്ച ഭ്രമാവഹൈ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗർജതി. പ്രത്യേകം പറയാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്. മറ്റുള്ള പുരാണങ്ങളിലൊക്കെ അത് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളും അത് വായിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആചാരനായിട്ട് പോകാറുണ്ട്. അവിടെ വായിക്കുമ്പോൾ അതാണ് കേമം തന്നെയാണ് പറയാറ്. എങ്കിലും ഭാഗവതത്തോളം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നിയമം. എങ്കിലും ഭാഗവതത്തോളം മറ്റ് ഗ്രന്ഥങ്ങൾക്ക് ശേഷിയില്ല. അതാണ് കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. ഉറപ്പിച്ചാണ്ട് പറയാണ് സനകാദി മഹർഷിമാർ. ഈ ആരുടെ ഗൃഹത്തിലാണോ എന്നും ഭാഗവത കഥകളെ പറയുന്നത്, വായിക്കുന്നത്, ഭാഗവത ഗ്രന്ഥത്തെ തൊട്ട് നമസ്കരിക്കുന്നത്, അങ്ങനെയുള്ള ആ വീടുകളിൽ, ഗൃഹങ്ങളിൽ ഭഗവാൻ എപ്പോഴും ഉണ്ടാകും എന്നതുകൊണ്ട്, ഭക്തന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും എന്നതുകൊണ്ട് അത് തീർത്ഥസ്ഥാനമാണ്, തീർത്ഥക്ഷേത്രമാണ്. ആ ഗൃഹത്തിൽ വസിക്കുന്നവരുടെ പാപം ഈ കഥ കേൾക്കുന്നത് കൊണ്ട് മുഴുവൻ ഇല്ലാണ്ടായിത്തീരും. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മറ്റേ അച്ഛനമ്മ അല്ലെങ്കിൽ കുട്ടികൾ, പേരക്കുട്ടികൾ, ഇവരൊക്കെ അത് ഭാഗവതം ഞാൻ വായിക്കുന്നുണ്ട്, ആരും എന്നെ ശ്രദ്ധിക്കണില്ല എന്ന് വിചാരിച്ച് പരിഭ്രമിക്കേണ്ട. ഞാൻ അങ്ങോട്ട് വായിച്ചാൽ മതി. ഞാൻ കുട്ടി അണച്ചാൽ ഞാൻ കുട്ടി വായിക്കുക, മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കണ്ടോ നോക്കണ്ട. ഞാൻ അച്ഛനണച്ചാൽ ഞാനങ്ങോട്ട് വായിക്കുക. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എന്നെ ശ്രദ്ധിക്കണ്ടോ, എൻ്റെ കുട്ടികൾ എന്നെ ശ്രദ്ധിക്കണ്ടോ നോക്കണ്ട. ഇനി ഞാൻ മുത്തശ്ശനാണയ്ക്കുക, ഞാൻ മുത്തശ്ശി അണയ്ക്കുക, ഞാനങ്ങോട്ട് വായിക്കുക. ബാക്കിയുള്ളവർ കേൾക്കാതിരിക്കുക, അതിൻ്റെ വിഷയമില്ല. ഞാൻ വായിച്ചാൽ ഞാൻ വസിക്കുന്ന ഈ തീർത്ഥക്ഷേത്രം, അതിൽ വസിക്കുന്നവരെ മുഴുവൻ ഭഗവാൻ ശുദ്ധമാക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് എനിക്കും കിട്ടും, അന്യർക്കും കിട്ടും. അതുകൊണ്ട് ഇത് വിപ്രാവസ്ഥയിലെത്തും എന്ന് സാരം. അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ കണ്ട് ഭാഗവതം വായിച്ചോളൂ, അതിൻ്റെ അർത്ഥത്തെ പറഞ്ഞോളൂ എന്ന് പറയണത്. അപ്പോൾ അതിൻ്റെ ഗുണം അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനി ഭഗവാൻ ഒരു വാക്ക് പറയുന്നുണ്ട്, നമ്മളതും കൂടി ശ്രദ്ധിച്ചോളാം. നമുക്ക് എൻ്റെ എന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ, ഞാൻ ഭാഗവതം വായനക്കാരനാണ് എന്നുള്ള ദുരഭിമാനമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഭഗവാൻ ഇല്ലാണ്ടേക്കും. അപ്പോൾ വായന ചിലപ്പോൾ മുടക്കും. എൻ്റെ കയ്യിൽ ധനം ധാരാളമുണ്ട്, സൗന്ദര്യമുണ്ട്, ജോലിയുണ്ട്, അധികാരമുണ്ട്, പലതും എനിക്ക് ഉണ്ടാവും. ആ എല്ലാത്തിനെയും ഭഗവാൻ ഹരിക്കും. കാരണം എല്ലാം ഹരിച്ചാലേ മുക്തി കിട്ടുള്ളൂ. മുക്തി തരണ ഗ്രന്ഥ ഭാഗവതം. അപ്പോൾ അയാൾ ഇത്രയും കാലം ഭാഗവതം വായിച്ചിട്ട് എന്നിട്ട് എന്തുണ്ടായേ? കുറേ നാശമുണ്ടായേ. ഇവിടെ ഈ ജീവന് മുക്തി കിട്ടുകയാണ് ചെയ്യുന്നത്. അതിനെ ആ അർത്ഥത്തിൽ സ്വീകരിക്കാറാവണമെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള ചിന്തയിൽ നിന്നും ഉയരണം. അപ്പം മാത്രമേ അത് പറ്റുള്ളൂ. ജീവൻ മുക്തി നേടും. ഈ ജീവൻ മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു വീട് പറഞ്ഞ ഒരു പറമ്പിലാണ്ടാവുക. ആ പറമ്പിൽ ഈ മുന്നത്തെ കാലങ്ങളിൽ പൂർവമായിട്ട് വളരെ മുന്നത്തെ കാലം തൊട്ടിട്ട് എത്രയോ ആളുകൾ ജീവിച്ചിട്ടുണ്ടാവും.
അവർക്കൊക്കെ ഈ പ്രേതാവസ്ഥയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ മുക്തമായി തീരും ഭാഗവതം വായിച്ചാൽ. അത്ര പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കാതെ കണ്ടാണ് നമ്മൾ ഒരു യജ്ഞവേദിയിൽ ഈ പരസ്പരം മത്സരിക്കുന്നത്, പരസ്പരം കുറ്റപ്പെടുത്തുന്നത്. അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അങ്ങനെയല്ല വേണ്ടായിരുന്നു, ഇങ്ങനെയാണ് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ആചാര്യനുൾപ്പെടെ, ആചാര്യനായാലും ശ്രോതാക്കളായാലും കമ്മിറ്റിക്കാരായാലും ശാന്തിക്കാർ. ഇപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ ചെന്നാൽ ശാന്തിക്കാർ ഈ ഭാഗവത വേദിയിലേക്ക് വരേയില്ല. അത് ഒട്ടും അറിവില്ലാത്തതുകൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുകയും വേണം, മറ്റേ ചെന്നില്ല വെച്ചാൽ അവർക്ക് ആക്ഷേപമായി, അവർ ഇങ്ങോട്ട് വരുമില്ല. എന്നാൽ ജ്ഞാനികളായിട്ടുള്ള തന്ത്രിമാരായാലും ശരി, പൂജാരിമാരായാലും ശരി, അവർ ഇവിടെ വന്ന് നമസ്കരിക്കും. കാരണം ഇതിൽ ഭഗവാൻ അത്രയും ശ്രീലാത്ത് ഭഗവാൻ ഇല്ലായിട്ടല്ല, പക്ഷേ അതിൻ്റെ ഒരു മാക്സിമത്തിലാണെന്നർത്ഥം ഭാഗവതം. അതാണ്. അപ്പോൾ അതിനെ ഉൾക്കൊള്ളുന്നവർ ആ രീതിയിൽ അതിനെ കണക്കാക്കും. കാരണം ഇത് മുക്തി തരുക തന്നെ ചെയ്യും, അതാണ് ഉറപ്പാണ്, ഭ്രമിക്കണ്ട. കഥാ ഭാഗവതസ്യ അഭി, ഇത് ഭഗവാന്റെ കഥകളാണ്. ഭാഗവതത്തിലെ മുഴുവൻ ഭഗവാന്റെ കഥകളാണ്. കഥാ ഭാഗവതസ്യ അഭി, ഇപ്പോൾ ഭക്തന്മാരുടെയും കഥകളാണ്. നിത്യം ഭവതി യത് ഗൃഹേ, അത് എല്ലാ ദിവസവും ഈ ഭാഗവത കഥകളെ ഏതൊരു ഗൃഹത്തിലാണോ വായിക്കുന്നത്, പറയുന്നത്, ആ ഗ്രന്ഥം അവിടെ ഇരിക്കുന്നത്, തത് ഗൃഹം തീർത്ഥരൂപം ഹി, ഉറപ്പാണ് അത് ആ ഗൃഹം തീർത്ഥക്ഷേത്രമാണ്. അതുകൊണ്ട് വസതാം, അവിടെ ആരാ വസിക്കുന്നത്? ഭഗവാനാണ് വസിക്കുന്നത്, ഭക്തന്മാരാണ് വസിക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ഈ അംഗങ്ങൾ മാത്രമല്ല, മറ്റ് പ്രാണിവർഗങ്ങളായിട്ടും ശരീരമില്ലാതെ കണ്ട് വാത്യാരൂപധരന്മാരായിട്ട് പലരും അവിടെ വരും. നമ്മൾക്ക് കാണാൻ പറ്റില്ല. അവരൊക്കെ ഈ ഭാഗവതം വായന കൊണ്ട് പാപം നശിച്ച് മുക്തി നേടും, പുണ്യം ആർജിച്ച് മുക്തി നേടും. അതുകൊണ്ട് ഒന്നും നോക്കാതെ കണ്ട് ഞാൻ വായിക്കുക. ഈ ഞാൻ ആരായാലും വേണ്ടില്ല, ആണായാലും വേണ്ടില്ല, പെണ്ണായാലും വേണ്ടില്ല, കുട്ടിയായാലും വേണ്ടില്ല, വലിയ ആളായാലും വേണ്ടില്ല. എത്ര സമയം കിട്ടണമെന്ന് വെച്ചാൽ അത്രയും സമയം, കുറച്ച് നേരമെങ്കിലും നിർബന്ധമായിട്ടും പാരായണം ചെയ്യുക. കുട്ടികളെ കൊണ്ട് നിർബന്ധമായിട്ട് പാരായണം ചെയ്യിക്കുക. അറിയുന്ന ഭാഷയിൽ, കുട്ടികൾക്ക് അറിയുന്ന ഭാഷയിൽ കുട്ടികളെ ഭാഗവതം വായിപ്പിക്കുക. അല്ലാണ്ട് സംസ്കൃതം ഗ്രന്ഥം എടുത്താണ്ട് കൊടുത്തിട്ട് ഇത് വായിക്കുക എന്ന് പറയണ്ട. അങ്ങനെയല്ല വേണ്ടത്. ഭാഗവതത്തെ അവരറിയുന്ന ഭാഷയിൽ, തമിഴാച്ചാൽ തമിഴ്, ഇംഗ്ലീഷാച്ചാൽ ഇംഗ്ലീഷ്. അപ്പോഴേ പാപം നശിക്കുള്ളൂ. കഥാ ഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. ഇനി 30ാമത്തെ ശ്ലോകം. അശ്വമേധ സഹസ്രാണി വാജപേയശതാനി ച ശുഗശാസ്ത്രകഥായാശ്ച കലാം നാർഹന്തി ഷോഡശീം. ഇനി അടുത്തത് 1000 അശ്വമേധയാഗങ്ങൾ, 100 വാജപേയയാഗങ്ങൾ, ഇങ്ങനെ യാഗങ്ങൾക്ക് പല തരം ഉണ്ട്. വാജപേയം സ്വതേ ചെറിയ യാഗം എന്നാണ് പറയുക. എന്തായാലും അതൊന്നും കുഴപ്പമില്ല. അശ്വമേധ ആയാലും ശരി, വാജപേയി ആയാലും ശരി, അത് അങ്ങനെയുള്ള യാഗങ്ങൾ ചെയ്യുന്ന അതിൻ്റെ ഒരു ഫലം ഉണ്ടല്ലോ, അത് 1000 100 ചെയ്താൽ കിട്ടുന്ന ഫലത്തിനേക്കാൾ കൂടുതലാണ് ഈ ഭാഗവതം ഒരു തവണ യജ്ഞമായിട്ട് നടത്തി കഴിഞ്ഞാൽ. 16ൽ ഒരംശം പോലും ഭാഗവതത്തിൻ്റെ പാരായണം യജ്ഞമായിട്ട് നടത്തുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഈ ഫലത്തിൻ്റെ 16ൽ ഒരംശം പോലും ഈ യാഗങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സാരം. കാരണം ഇതിൽ ശുദ്ധി മറ്റു കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. മറ്റേലെ ശുദ്ധി വളരെ പ്രധാനമാണ്. യജ്ഞഭുക് ബാലകേളി, യജ്ഞഭുക്കായിട്ടുള്ള ഭഗവാൻ വളരെയധികം ശ്രദ്ധിക്കും ശുദ്ധിയാദി കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ശ്രീകൃഷ്ണനായതുകൊണ്ട് ബാലകേളിയാണ്, ലീലയാ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് അവിടെ പല കാര്യങ്ങൾക്കും ഭഗവാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. മനഃശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭൗതികത അത് സംഘമായിട്ട് വന്നു ചേരുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിച്ചോളൂ, വെണ്ണയായാലും പാലായാലും, നമ്മിലുള്ള മനസ്സ് എന്ന് സാരം. അശ്വമേധ സഹസ്രാണി, അശ്വമേധയാഗം 1000 ചെയ്താൽ, വാജപേയ ശതാനിച്ച, വാജപേയം എന്ന യാഗം 100 കണക്കിന് ചെയ്താൽ, ശുഗശാസ്ത്ര കഥായാഹ ച, ഈ ഭാഗവതം അത് കലാം ന അർഹന്തി ഷോഡശീം, അതിൻ്റെ 16ൽ ഒരു
കല പോലും വരുന്നില്ല. ഓരോ 1000 യാഗം ചെയ്താലും, ഓരോ 100 യാഗം ചെയ്താലും ഈ 16 ഭാഗവത യജ്ഞത്തിൻ്റെ 16 ഒരു അംശം അതിന് വരണില്ല എന്ന് സാരം. അത് 1000 ചെയ്തിട്ടും കാര്യമില്ല, 100 ചെയ്തിട്ടും കാര്യമില്ല. ഇത് ഒരു തവണ ചെയ്താൽ ഇതിൻ്റെ 14 അംശം അതാവണില്ല. അത്ര പ്രാധാന്യമുണ്ട്. അശ്വമേധ സഹസ്രാണി വാജപേയ ശതാനി ച ശുഗശാസ്ത്രകഥായാശ്ച കലാം നാർഹന്തി ഷോഡശീം. ഇനി അശ്വമേധ സഹസ്രാണി വാജപേയ ശതാനി ച ശുഗശാസ്ത്ര കഥായാഹ ച കലാം. കല എന്നുള്ളത് ഒരംശം എന്ന് സാരം. കല എന്നുള്ളത് ഒരു അംശം, ഒരു കല. ഇപ്പോൾ ഭാഗവതത്തിൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ 16 കലകളോട് കൂടിയിട്ടാണ് വന്നത്. ഭാഗവതത്തിൽ എത്ര കലയുണ്ട്? പൂർണ്ണകല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇത്ര കലയുണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഒരു കല കണക്കാക്കുമ്പോൾ അതിൻ്റെ കൂട്ടിച്ചേർക്കലുകൾ ആണ് ഭാഗവതം. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗവത കലയുടെ ഈ 16 ഒരു അംശം പോലും ഈ യാഗങ്ങൾക്ക് ഫലം കിട്ടണില്ല എന്നാണ് സാരം. അശ്വമേധ സഹസ്രാണി വാജപേയ ശതാനി ച ശുഗശാസ്ത്രകഥായാശ്ച കലാം ന അർഹന്തി ഷോഡശീം. ഇനി 31-ാമത്തെ ശ്ലോകം. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധന യാവത് ന ശ്രൂയതേ സമ്യക് ശ്രീമദ് ഭാഗവതം നരൈഹി. അപ്പോൾ നമ്മൾ നരന്മാരാണ്, മനുഷ്യരൂപത്തിലുള്ള നരന്മാർ മായ ബാധിച്ചവരാണ്. താവത് പാപാനി, എവിടം വരെയാണ് ഈ പാപങ്ങൾ ഉണ്ടാവുക? ദേഹേ, ഈ ദേഹത്തോടു കൂടിയിരിക്കുന്ന ഈ ജീവന്, അസ്മിൻ, ഈ ശരീരത്തിൽ, മർച്ച ശരീരത്തിൽ, നരൻ എന്നുള്ള രൂപത്തിലിരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന ഈ ജീവന്, നിവസന്തി, എത്ര കാലം അതിൽ താമസിക്കുന്നു, വസിക്കുന്നു. തപോധനാഹ, ഈ തപോധനന്മാര്, യാവത് ന ശ്രൂയതേ, ഇത് കേൾക്കാതിരിക്കുന്നത് വരെ. യാവത്, അത് ന ശ്രൂയതേ, അത് ഒരിക്കലെങ്കിലും കേൾക്കാതിരിക്കുന്നത് വരെ. സമ്യക്ക്, നന്നായിട്ട്, സമ്യക്കാകും വണ്ണം, ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതിയിൽ, സാത്വികമായിട്ടുള്ള രീതിയിൽ അതിനെ ശ്രീമദ് ഭാഗവതം, ഈ ഭാഗവതത്തെ ഒരു തവണയെങ്കിലും കേൾക്കാതിരിക്കുന്നതുവരെ മാത്രമേ ഈ പാപം ഈ ദേഹത്തിൽ, ഈ ജീവനിൽ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എന്താ നരൻ്റെ പ്രത്യേകത? വിശേഷ ബുദ്ധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഭയക്കേണ്ട, ഈ ഭാഗവതത്തെ വെറുതെ ശ്രവിച്ചാൽ മതി. അർത്ഥമൊന്നും മനസ്സിലാവണ്ട, വെറുതെ ശ്രവിച്ചാൽ മതി. അർത്ഥം മനസ്സിലാക്കിയിട്ട് ആയാൽ കൂടുതൽ ഫലമായി. അപ്പോൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ വേണം എന്ന് ശാഠ്യം. അപ്പം അതുകൊണ്ട് ഭാഗവതത്തെ ഒരു തവണയെങ്കിലും കേൾക്കുന്നത് വരെ മാത്രമേ ഈ ശരീരത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ ജീവന് പാപത്തെ കൂടെ നിർത്തേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ പാപം തനിയെ നശിച്ചു പോയിക്കോളും. ഇരുമ്പ് കുടിച്ച വെള്ളം പോലെ, സൂര്യൻ വന്നു കഴിഞ്ഞാൽ മഞ്ഞ് ഉരുകണ പോലെ. തീയാണ് കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ മഞ്ഞ് പിന്നെ ഉണ്ടാവില്ല, പ്രകാശം ഉണ്ടാവുകയും ചെയ്യും. തണുപ്പും ഉണ്ടാവില്ല, ചൂടുണ്ടാവും. നമുക്ക് പാകത്തിനാക്കാൻ പറ്റും. അതാണ് ഭാഗവതം. അപ്പോൾ താവത് പാപാനി ദേഹേ അസ്മിൻ നിവസന്തി, ഇത്രയും കാലമേ ഈ പാപം ഈ ദേഹത്തിലിരിക്കുന്ന ജീവൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അല്ലയോ തപോധനന്മാരെ, യാവത് ന ശ്രൂയതേ സമ്യക് ശ്രീമദ് ഭാഗവതം കഥാഹ. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ ഈ കഥകളെ ഒരു തവണയെങ്കിലും നന്നായിട്ട് ശ്രവിക്കുകയാണെങ്കിൽ പിന്നീട് പാപം നമ്മുടെ കൂടെ നിൽക്കുകയില്ല, അതുവരെ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തപോധനന്മാരായിട്ടുള്ള നരന്മാരെ, മനുഷ്യന്മാരെ നമ്മളോട് പറയുകയാണ്. അവിടെ സനകാദി മഹർഷിമാർ അവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഭാഗവതത്തെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ പാപം ഉണ്ടാവുകയില്ല, നിങ്ങൾ പാപമുക്തരായിക്കൊണ്ട് മുക്തി നേടും. അപ്പം അതുകൊണ്ട് നമ്മളോടും പറയുകയാണ്, നിങ്ങൾ നരൻ എന്നുള്ള നിലയ്ക്ക് ഈ മരണശീലമുള്ള നശിക്കുന്നതായിട്ടുള്ള ശരീരം, ദഹിക്കുന്നതായിട്ടുള്ള ശരീരം, അപ്പോൾ ദഹിക്കുന്നതായിട്ടുള്ള ദേഹം, ഇങ്ങനെയുള്ള ഈ മർത്യൻ, ഈ നരൻ. അപ്പോൾ നരന് മായ ബാധിച്ചിട്ടുണ്ട്. അതാണ് നാരായണന് മായ ഇല്ല.
മായ അതീതൻ നാരായണൻ. നരൻ മായ ബാധിച്ചതായിട്ടുള്ള ഭാവം, മായയ്ക്ക് അധീനനാണ്. അങ്ങനെയുള്ള ഈ നരൻ തപോധനന്മാരാണ്. നമ്മളൊക്കെ സ്വതേ തപോധനന്മാർ തന്നെയാണ്. നമ്മൾ തപസ് ചെയ്യണമൊക്കെ ഉണ്ട്. പക്ഷേ തപസ് അതിൻ്റെ വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റണില്ല, അതിൻ്റെ ഫലം കിട്ടണില്ല, പിന്നെ പൂർത്തീകരണം ശരിയാവണില്ല, അങ്ങനെ പല ന്യൂനതകളൊക്കെ വരും. പക്ഷേ ഭാഗവതം വായിക്കുമ്പോൾ ആ ന്യൂനത ഇല്ല. എന്താ കാരണം? ഇത് നാമപുരാണാണ്, ബ്രഹ്മാവിനാൽ സമ്മതിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതം ആരാണോ കേൾക്കുന്നത് അവരുടെ പാപങ്ങൾ കേൾക്കുന്നത് വരെ മാത്രമേ ആ ജീവൻ്റെ കൂടെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പാപം മുഴുവൻ നശിച്ചു പോയിട്ടുണ്ടാവും, മുക്തി കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ സമ്യക്കാകും വണ്ണം കേട്ടോളൂ, നന്നായിട്ട് തന്നെ കേട്ടോളൂ, ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടോളൂ. ശ്രദ്ധാഭക്തി സമന്വിതം ഇതം ഭാഗവതം ശൃണു. അപ്പം അതുകൊണ്ട് എത്രത്തോളം ഈ വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവാനിൽ എല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്തോളും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുക, അങ്ങനെ ഭാഗവതത്തെ കേട്ടോളൂ. എന്നാൽ പാപം മുഴുവൻ നശിക്കും, മുക്തി കിട്ടും. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധന യാവന്ന ശ്രൂയതേ സമ്യക് ശ്രീമദ് ഭാഗവതം നരൈ. ഇങ്ങനെ 31-ാമത്തെ ശ്ലോകം പറഞ്ഞു വെച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പം നമ്മൾ 37-ാമത്തെ ഭാഗമാണ് പറഞ്ഞത്. ഇനി 38-ാമത്തെ ഭാഗം നാളെ. നാരായണ നാരായണ.